മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. പ്രവാചകൻ മലാഖിയിലൂടെ ഇങ്ങനെ പറയുന്നു, 3:5 വാക്യം, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. ദൈവം നമ്മെ സഹായിക്കാനായിട്ടിടയാകട്ടെ. 5 വാക്യം വലിയ ഭയപ്പെടുത്തുന്നതായ ഒരു വാക്യമാണ്. ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും എന്നാണ് ദൈവം പറയുന്നത്. ദൈവം തന്നെ പറയുന്നു, ഞാൻ ന്യായം വിധിക്കും. ഇവിടെ ന്യായം വിധിക്കുമെന്ന് ദൈവം പറയുന്നത് ഈ പുരോഹിതന്മാർ, ലേവ്യർ, ഇസ്രായേൽ ജനം അവർ ദൈവഹിതപ്രകാരമല്ല ദൈവത്തെ അനുസരിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തെ ഭയപ്പെടുന്നതും ദൈവിക കാര്യങ്ങൾ ചെയ്യുന്നതും സകലവും ദൈവഹിതപ്രകാരമല്ല, ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളൊരു വിചാരത്തോടു കൂടിയല്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു, ചെയ്യുന്നു. അത് കണ്ട് മടുത്ത ദൈവം അവരോട് പറയുകയാണ്, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോടടുത്തു വരും എന്ന്. ആരാണ് ന്യായം വിധിക്കുന്നതെന്നും ആരെയാണ് ന്യായം വിധിക്കാൻ പോകുന്നതെന്നും ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യായം വിധിക്കുന്നത് ഇവിടെ ദൈവമാണ്. ഞാൻ എന്നാ ദൈവം പറയും. അപ്പോൾ ന്യായവിധി ദൈവം വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. കാരണം വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർ പക്ഷെ മുഖപക്ഷം കാണിക്കും. അതുകൊണ്ട് ദൈവം അതൊരു മനുഷ്യനെയോ ഒരു ദൂതനെയോ ഏൽപ്പിച്ചില്ല. ഇനിയോ ഞാൻ ന്യായവിധി ദൈവത്തിൻ്റെ കാര്യം പരിപാടിയാണ്. കൈക്കൂലി കൊണ്ട് ന്യായം മറിച്ച് കളയാത്തവൻ, മുഖപക്ഷം കാണിക്കാത്തവൻ, സകല ഹൃദയങ്ങളെയും വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയുന്നവൻ, സകല മനുഷ്യരുടെയും പ്രവൃത്തിയെയും നടപ്പിനെയും സകലവും കൃത്യമായിട്ട് അറിഞ്ഞ് തൂക്കി നോക്കിയിരിക്കുന്ന ദൈവം, അവനെ മറയ്ക്കാൻ ആർക്കും ഒന്നും കഴിയുകയില്ല. അവന് മറവായിട്ടൊന്നുമില്ല. ആ ദൈവം ഇവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. അവിടെ വായിക്കുന്നത് ഞാൻ ന്യായവിധിക്കായി അടുത്തു വരുമെന്ന. അടുത്ത് അപ്പോൾ ദൂരെ നിന്നല്ല ന്യായവിധി, പിന്നെയോ അടുത്ത് വന്ന ന്യായം വിധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അടുത്ത് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ന്യായം വിധിക്കും. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
എന്നെ അടുക്കൽ വിളിച്ചു വരുത്തി ദൈവം ന്യായം വിധിക്കും. അപ്പോൾ വ്യക്തിപരമായിട്ടാണ് ന്യായവിധി. ഓരോരുത്തരെയും ദൈവം ന്യായം വിധിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ്. അപ്പോൾ ഓരോരുത്തരെ ദൈവം ന്യായം വിധിക്കുന്നതാണ്. ഓരോരുത്തരെ. അപ്പം ന്യായവിധി ദൈവം വേറെ ആരെ ഏൽപ്പിക്കാതെ ദൈവം തന്നെ അത് ചെയ്യുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് നാം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യത്തിനും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇവിടെ നമ്മൾ എന്തെല്ലാം ഉപായങ്ങളാണ് പറയും, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ട്. ദൈവം അവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്താ ലിസ്റ്റ്? ഒന്നാമത് പറയും, ഞാൻ ക്ഷുദ്രക്കാരെ ന്യായം വിധിക്കും. ക്ഷുദ്രം ചെയ്യുന്നവരെ ദൈവം ന്യായം വിധിക്കും. ദൈവം വെറുക്കുന്ന ഒരു ഭയങ്കര പാവമാണ് ക്ഷുദ്രം. ആഭിചാരം, മന്ത്രവാദം. നോക്കണേ, അത് ദൈവം വെറുക്കുകയാണ്. രണ്ടാമതവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരികൾ. അപ്പോൾ ഒന്ന് ക്ഷുദ്രക്കാർ, രണ്ട് വ്യഭിചാരികൾ, ശരിയല്ലാത്ത ജീവിതം നയിക്കുന്ന ആളുകൾ. രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഒന്ന് ഫിസിക്കലി മോശമായി ജീവിക്കുന്നവർ, രണ്ട് വിഗ്രഹാരാധന ചെയ്യും. അതിനെ ആ നിലയിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, കള്ളസത്യം ചെയ്യുന്നവർ. അപ്പം നുണ പറയുക. നുണ പറയുക എന്ന് മാത്രമല്ല, കള്ളസത്യം ചെയ്യുക. അങ്ങനെയുള്ള ആൾ. നാലാമത്തെ കാര്യം, കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നു. അപ്പോൾ മൂന്ന് കാര്യം ഒന്നിച്ചു പറഞ്ഞിരിക്കുക. പീഡിപ്പിക്കുക. ആരെയൊക്കെയാണ് പീഡിപ്പിക്കുന്നത്? ഒന്ന് പാവപ്പെട്ട കൂലിപ്പണിക്കാരനെ പീഡിപ്പിക്കുക, കൂലി കൊടുക്കാതെ. രണ്ട് വിധവയെ പീഡിപ്പിക്കുക. മൂന്ന് അവിടെ വായിക്കുന്നത് അനാഥനെ പീഡിപ്പിക്കുക. അപ്പോൾ വിധവ, അനാഥൻ, ആരുമില്ലാത്തയാൾ, പിന്നെ പാവം പിടിച്ച കൂലിപ്പണിക്കാരൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ പീഡിപ്പിക്കുന്നവർ, ഉപദ്രവിക്കുന്നവർ, കഷ്ടപ്പെടുത്തുന്നവരെ, വേദനിപ്പിക്കുന്നവർ പല വിധത്തിലാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും പല വിധത്തിൽ. അപ്പം വേദനിപ്പിക്കുന്നവരെ, പീഡിപ്പിക്കുന്നവരെ ദൈവം ന്യായം വിധിക്കും എന്ന്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നു, എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ച് കളയുന്നവർ. മറ്റൊരു കാര്യം ഇവിടെ പറയും. എന്താ? പരദേശിയുടെ ന്യായം മറിച്ച് കളയുക. അനാഥരെയും വിധവകളെയും പരദേശികളെയും ആദരിക്കണമെന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പരദേശിയുടെ ന്യായം മറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ, അവൻ സത്യമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നെങ്കിലും അതിനെ മറിച്ച് കളഞ്ഞ് അവനെ ഉപദ്രവിക്കുക. ദൈവം എങ്ങനെയായിരിക്കുന്ന പറയുന്നറിയാവോ? അങ്ങനെ ചെയ്യുന്നവർക്ക് വിരോധമായി ഒരു ശീക്രസാക്ഷിയായിരിക്കും. ശീക്രസാക്ഷി, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും.
ഒരു ശീഘ്രസാക്ഷിയായി എന്ന് പറഞ്ഞാൽ താമസം കൂടാതെ ന്യായവിധി നടപ്പാക്കുന്ന ന്യായാധിപനായി ദൈവം നിങ്ങളോട് അടുത്തു വരും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കണം, എൻ്റെ ഭാഗത്തുനിന്ന് ഈ നിലകളിലുള്ള കുഴപ്പങ്ങൾ, പാപങ്ങൾ, ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെയും ജീവിക്കാമെന്നുള്ളതല്ല, മറിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് മലാഖിയിൽ ഈ കാര്യം ദൈവാത്മാവ് രേഖപ്പെടുത്തി തന്നിട്ട്. ദൈവം ന്യായവിധിക്കായി അടുത്തു വരും. ദൈവം ന്യായവിധിക്കായിട്ട് അടുത്തു വരുന്ന ശീഘ്രസാക്ഷിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നാം പെട്ടെന്ന് നമ്മുടെ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. അവൻ പെട്ടെന്ന് വരുന്നതിന് മുമ്പേ നാം നമ്മുടെ തെറ്റുകളെ തിരുത്തി നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ന്യായവിധി, കർത്താവൊന്നും ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ നാം മുമ്പോട്ട് പോകരുത്. നമ്മുടെ കർത്താവ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, നന്നായി ജീവിക്കുക, ഭക്തിയോടെ ആയിരിക്കുക. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കർത്താവിന് പ്രസാദമുള്ളവരായി ന്യായവിധിയല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടി മുമ്പോട്ട് ജീവിക്കുവാൻ, അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം പ്രാപിച്ച് നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ തേടി നീ മണ്ണിൽ വന്നോ, എന്നെ തേടി നീ മണ്ണിൽ വന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ.